ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കക്ക ഇറച്ചി കൊണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കക്ക ഇറച്ചി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കക്ക ഇറച്ചി കൊണ്ടുവരുമ്പോൾ ഞാനതൊന്നും കൂടി വേവിച്ചിട്ട് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാനത് ചെയ്യുന്നത് ഖത്തറിൽ വെച്ചിട്ടാണ്. അപ്പോൾ വേവിച്ചതിനെ കൊണ്ട് നിങ്ങളതിൻ്റെ കളറും മറ്റും ഇത് കാണുമ്പോൾ അത് കക്ക ഇറച്ചിയല്ലെന്നൊന്നും പറയരുത്. കക്ക ഇറച്ചി തന്നെ നല്ല വലുപ്പമുള്ള നമ്മുടെ ഭാരത പുഴയിലെ കക്കയുടെ ഇറച്ചിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കക്ക റോസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് വലിയ ഒരു സവാള നല്ല ചെറുതായി കൊത്തി അരിഞ്ഞത്, അതേപോലെ വലുതായിട്ട് തന്നെ ഒരു ടൊമാറ്റോ ചെറുതായി കൊത്തി അരിഞ്ഞതുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില തുടങ്ങിയ സാധനങ്ങളാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, നമ്മുടെ കാശ്മീരി ചില്ലിപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, അതേപോലെ ജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, കക്ക നാട്ടിൽ നിന്ന് കുറച്ച് വേവിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതൊരു 1/2 കിലോൻ്റെ മുകളിലായിട്ട് ഉണ്ട്. ഞാനൊരു 2 കിലോ കൊണ്ടുവന്നിരുന്നു, അതാണ് ഇത് 1/2 കിലോ എടുത്തിട്ടപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ചൂട് വന്നതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കറിവേപ്പില, സവാള കൊത്തി അരിഞ്ഞത്, നമ്മളതിലേക്ക് മസാലപ്പൊടികളെല്ലാം എടുക്കുകയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവ തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി മറ്റ് സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ അടുത്തായിട്ട് ഈ മസാലപ്പൊടിയാണ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. മസാലയുടെ പച്ച മണം മാറുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം അതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ശേഷം നമ്മൾ തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നു. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിനകത്ത് വെള്ളം ഒക്കെ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ കക്ക ഇറച്ചി ഡയറക്റ്റായിട്ട്, അതായത് വേവിക്കാതെയാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കക്ക ഇറച്ചി അതിലിട്ട് വേവിച്ചെടുക്കണം. ഇത് വെന്ത കക്ക ഇറച്ചി അതിനെക്കൊണ്ടാണ് ഞാൻ മസാല എല്ലാം ഇട്ട് കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് അത് വെന്തതിന് ശേഷം പിന്നെ ഞാൻ ഈ കക്ക ഇറച്ചി ഇടുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കക്കയിറച്ചി ഫ്രഷായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കക്കയിറച്ചി ഇട്ടതിന് ശേഷം മറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതുള്ളൂ, മസാലപ്പൊടികളും അതേപോലെ വെള്ളമൊക്കെ. ഇപ്പോൾ നമ്മുടെ കക്ക അത്യാവശ്യം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അവിടെ മസാല എല്ലാം നല്ല റെഡിയായി കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തി, ദോശ തുടങ്ങിയ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കക്ക ഇറച്ചി. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുകൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.